കോൺഗ്രസ് രാജ്യത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രൂപമാണ്. ഇപ്പം കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയത് മാത്രമല്ല, ഇപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വലിയ പ്രത്യയശാസ്ത്രമാണല്ലോ. അതിൽ നിന്ന് ഇപ്പം എത്രയോ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് പോയി എത്രയോ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായി കോൺഗ്രസ് ആണ് അല്ലേ. ഇപ്പം മഹാരാഷ്ട്രയിൽ NCP, നാഷണൽ കോൺഗ്രസ് പാർട്ടി, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് പാർട്ടികൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് കാരണം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ പിന്നീട് ഉണ്ടാകുന്ന രൂപാന്തരങ്ങൾ കൂടുതൽ നഷ്ടം ഉണ്ടാവുക കോൺഗ്രസിലാണ്. പക്ഷേ പാലക്കാട് സാഹചര്യം വ്യത്യസ്തമായിരിക്കും. കോൺഗ്രസിലേക്കുള്ള പല മേഖലയിലെ ഒഴുക്കുകൾക്കായിരിക്കും സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ലീഡർഷിപ്പിനെ വിട്ടേക്കും. നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് പാറ്റേൺ നോക്കൂ. മറ്റ് പല പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ മാറ്റി ചിന്തിച്ചിട്ടില്ലേ? അതൊരു റിഫ്ലക്ഷനാണ്, അതൊരു ഇൻഡിക്കേറ്ററാണ്. ആളുകൾ ഒരു പൊളിറ്റിക്കൽ മൂഡ് സ്വിങ്ങിന് തയ്യാറാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണത്. ആ ഉദാഹരണം സ്വാഭാവികമായിട്ട് അതിന്റെ നെക്സ്റ്റ് ലെയർ ലീഡർഷിപ്പിലേക്ക് ഉണ്ടാകും, അതിന് മുകളിലേക്ക് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് BJP-യിൽ മാത്രമായിട്ട് നിങ്ങൾ പരിമിതപ്പെടുത്തണ്ട. ശ്രീ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ നമ്പറിൽ ലിമിറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊരു വലിയ ഫൈറ്റാണ്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ നിലപാടെടുക്കുകയാണ്. ആ വർഗീയതയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ 18,840 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമല്ല നമുക്ക് ആവശ്യം. ആളുകളുടെ മനസ്സിലെ പ്രത്യയശാസ്ത്ര മാറ്റം കൂടിയാണ് ആ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആളുകളെല്ലാം പഴയ നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പൊ ആ ഒരു വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ്, ആ ഷിഫ്റ്റിലെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുകളിൽ ഒരാളാണ് ശ്രീ സന്ദീപ് വാര്യർ. ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കൂ, കേരളത്തിലെ BJP നേതാക്കന്മാരിൽ അക്കാലഘട്ടത്തിൽ ഏറ്റവും ഫേസ് വാല്യൂ ഉള്ള നേതാക്കന്മാരിൽ ഒരാളല്ലേ സന്ദീപ് വാര്യർ അല്ലേ? BJP സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഫേസ് വാല്യൂന്റെ കാര്യമാണ്, പദവിയുടെ കാര്യമാണ്. ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഒരാള് ഇപ്പുറത്തേക്ക് വരിക. ഇപ്പൊ കേരളത്തിലെ ഏതൊരു പോയിന്റിൽ പോയാലും അറിയപ്പെടുന്ന ആളാണ് ശ്രീ സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന് അക്കാലഘട്ടത്തിൽ ഒരു നിലപാടിനോട് യോജിപ്പില്ല, പക്ഷെ അറിയപ്പെടുന്ന ഒരാളാണ്. ആ ഫേസ് വാല്യൂ ഉള്ള ഒരാൾ ഇപ്പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ചേഞ്ചിന്റെ ഇൻഡിക്കേറ്ററാണ്. അതപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നമ്പറിനപ്പുറമുള്ള ഒരു മാനം ശ്രീ സന്ദീപ് വാര്യരുടെ കടന്നുവരോട് കൂടി